ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോണത് സ്കെയിലിനെ പറ്റിയാണ്. ഓക്കെ, ഈ സ്കെയിൽ നമ്മൾ കണ്ടിട്ടില്ലേ? ഇവിടുന്ന് തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല, അതിൻ്റെ അർത്ഥമാണ് ഇവിടെ 0. അത് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 ഇങ്ങനെ നമ്പർ ഉണ്ടായിരിക്കും അല്ലേ? ഇതാണ് നമ്മുടെ സ്കെയിൽ, നോർമൽ സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഈ 1 2 3 4 എഴുതിയിരിക്കുന്ന നമ്പറിനെ എല്ലാം നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, പോസിറ്റീവ് നമ്പേഴ്സ്. അത് കഴിഞ്ഞ് ഇവിടെ 0 ആണ്. പക്ഷേ 0ൻ്റെ ഇപ്പുറത്തേക്കും കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, അത് നമ്മുടെ സ്കെയിലിൽ കാണില്ല. അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ ബുക്കിൽ വരച്ച് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ സ്കെയിൽ എന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ 0 ഞാനിവിടെ നടുക്കിടാണ്. നമ്മുടെ സ്കെയിലിൽ കാണുന്ന 0. ഓക്കെ, അതിൻ്റെ ഇപ്പുറത്താണ് 1 2 3 4 5 6 ഇങ്ങനെ നമ്പർ ഉണ്ടാവും. പക്ഷേ ഈ 0ൻ്റെ ഇപ്പുറത്തുണ്ടല്ലോ, ആ ഇപ്പുറത്തേക്ക് വരുന്ന നമ്പേഴ്സ് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയും, മൈനസ് നമ്പേഴ്സ്. നമ്മൾ കേട്ടിട്ടില്ല, അവിടെ -2 ഡിഗ്രിയാണ്, -3 ഡിഗ്രിയാണ്, ഹിമാലയത്തിലൊക്കെ തണുവിൻ്റെ -25 ആണെന്നൊക്കെ കേട്ടിട്ടില്ല. അതെന്താണ് ഈ -25 എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 0 തൊട്ട് ഇങ്ങോട്ട് പോയാൽ എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയും. ഇതെല്ലാം പോസിറ്റീവ് എന്ന് വെച്ചാൽ +1 +2 +3 +4 +5 +6. പക്ഷേ പ്ലസ് സൈൻ ഒരിക്കലും നമ്മൾ ഇടാറില്ല. അത് 1 2 3 4 തന്നെ എഴുതാറുള്ളൂ. അത് നമ്മൾ അണ്ടർസ്റ്റുഡാണ്, അത് പ്ലസ് ആണെന്നുള്ളത്. ഇനി ഈ 0ൻ്റെ ഇപ്പുറത്തേക്ക് വന്നാൽ ഇങ്ങനെ വരും: -1 -2 -3 -4 -5 അങ്ങനെ അത് ആ നമ്പർ അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇതാണ് ഒരു സ്കെയിൽ, ഒരു ഫുൾ സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, 0 സെൻറ്ററിലായിരിക്കും. 0ൻ്റെ റൈറ്റ് സൈഡിൽ പോസിറ്റീവ് നമ്പേഴ്സും 0ൻ്റെ ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് നമ്പേഴ്സും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു നമ്പർ നമ്മൾ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് പ്ലസ് ചെയ്യണം. 2 + 3 പറഞ്ഞാൽ 2 കൂടെ നമ്മൾ എത്ര കൂട്ടണം? 3 ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എവിടെയാണ് 2 കൊടുത്തിരിക്കുന്നത്? ഇത് രണ്ടും പ്ലസ്, ഈ 3 ഈ പ്ലസ് ഇത് രണ്ടും അഡീഷൻ ചെയ്യാൻ പറയുന്നതാണ്. പക്ഷേ 2 വെറും 2 ആണ്, 3 വെറും 3 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 2ഉം ഈ 3നെ പറ്റിയാണ് അവർ പറയുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ 2ൽ കൂടെ എനിക്ക് 3 ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക? ഇതാണ് 2. ഓക്കെ, ഇതാണ് നമ്മുടെ 2. ഇതിൽ കൂടെ 3 നമ്പേഴ്സ് ആഡ് ചെയ്യണം. 3 എന്ന് വെച്ചാൽ 1 2 3. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 5. മനസ്സിലായല്ലോ? ഈ 2 + 3 എന്ന് പറഞ്ഞപ്പോൾ രണ്ട് നമ്പറും പോസിറ്റീവ് നമ്പേഴ്സാണ്. 2ഉം പോസിറ്റീവാണ്, 3യും പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ 2 തൊട്ട് 3 നമ്പേഴ്സ് മുന്നോട്ട് പോകാമെന്നർത്ഥം. അപ്പോൾ 1 2 3 നമുക്ക് എത്തി 5. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 2 + 3 = 5. ഓക്കെ, ഇനി വേറൊരു നമ്പർ ഞാൻ പറയാണ്. 2 + -3 എന്ന് വിചാരിച്ചോ. 2ൽ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? -3. അപ്പോൾ -3 എന്ന് വരുമ്പോൾ നമ്മൾ എന്താണ്? 2ന്ന് ലെഫ്റ്റിലോട്ട് കൗണ്ട് ചെയ്യണം. ഇത് രണ്ടും പോസിറ്റീവ് നമ്പേഴ്സ് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ റൈറ്റിലോട്ട് പോയി. ഇതിപ്പോൾ ഇവിടെ 2 തൊട്ട് -3ലേക്ക് പോകാൻ പറഞ്ഞു, എന്നാൽ പിന്നോട്ട് പോകാനാണ് പറയുന്നത്. -3 ആണ്. അപ്പോൾ ഈ 2ൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകണം. എത്ര പോകണം? 3 എണ്ണം. അപ്പോൾ 2 കഴിഞ്ഞാൽ 1 2 3 ഇതായി നമ്മുടെ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് വന്നത്? -1. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം. -2 + -3. രണ്ടും മൈനസാണ് ഇവിടെ. 2ഉം മൈനസാണ്, 3യും മൈനസാണ്. ഈ രണ്ട് നമ്പറിനാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ -2 എവിടെയാണ് നമ്മുടെ? ഇതാണ് നമ്മുടെ -2. ഓക്കെ, ഇതാണ് -2. ഈ -2 കൂടെ നമുക്ക് എത്ര ആഡ് ചെയ്യേണ്ടത്? -3. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, -3 വരുമ്പോൾ നമ്മൾ എപ്പോഴും ലെഫ്റ്റിലോട്ട് പോകണം. +3 വരുമ്പോൾ എപ്പോഴും റൈറ്റിലോട്ട് പോകണം. പ്ലസ് എന്ത് വന്നാലും നമ്മൾ റൈറ്റിലോട്ട് പോവും. നെഗറ്റീവ് വന്നാൽ മൈനസ് സൈൻ വന്നാൽ നമ്മൾ ലെഫ്റ്റിലോട്ട് പോവും. അപ്പോൾ ഇവിടെ -2 + -3 പറഞ്ഞാൽ -2നും -3നും നമുക്ക് ആഡ് ചെയ്യാണ് വേണ്ടത് ഇവിടെ. അപ്പോൾ രണ്ട് നമ്പറും നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് പോവുക? ലെഫ്റ്റിലോട്ടാണ് പോവുക. അപ്പോൾ -2ന്ന് എത്ര ആഡ് ചെയ്യാനാണ് പറഞ്ഞാൽ? 3. ഓക്കെ, അപ്പോൾ -2 തൊട്ട് എണ്ണിയാൽ 1 2 3. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായി? -5. ഓക്കെ, ഇതിൽ വേറൊരു റൂള് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം നമുക്ക്. ഏത് നമ്പറിൻ്റെ സൈനാണോ വലുത്
ഏത് വലിയ നമ്പറിൻ്റെ ആണോ സൈൻ, ആ സൈനായിരിക്കും ഉത്തരത്തിന് വരിക. ഇപ്പോൾ ഇവിടെ 2ഉം 3ഉം രണ്ടിനും പ്ലസ് സൈനാണ്. ഈ പ്ലസ് സൈൻ നോക്കണ്ട കേട്ടോ. ഈ 3ന് ഒരു സൈനും ഇല്ല, 2നും ഒരു സൈൻ ഇല്ല. അർത്ഥം രണ്ടും പ്ലസ് ആണ്. +2 +3. അപ്പോൾ 5നും അതേപോലെ തന്നെ നമ്മൾ +5. നമ്മൾ അത് പ്ലസ് ആകുമ്പോൾ നോർമലി എഴുതാറില്ല. ഓക്കെ. ഇനി ഇവിടെ നോക്കിയാൽ 2 ആൻഡ് -3. അപ്പോൾ 2 + -3. അപ്പോൾ -3 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? 2 തൊട്ട് നമ്മൾ ബാക്കിലോട്ട് വരണം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? 1 -1 അല്ലേ. അപ്പോൾ ഇതിൻ്റെ സൈൻ ഏതാണ് വരിക? ഇതിൽ 2ലും 3ലും ഏതാണ് വലിയ നമ്പർ? 3 ആണ്. അപ്പോൾ ആ 3യുടെ സൈൻ എന്താണോ അതാണ് ഇവിടെ വരിക. ഓക്കെ. പിന്നെ ഇവിടെ -2 -3. ഇത് രണ്ടും -2 ഇവിടെയാണ്. ഇതാണ് നമ്മുടെ -2. ഇവിടെ നിന്ന് ബാക്കിലോട്ട് മൈനസ് വരുമ്പോൾ എപ്പോഴും നമ്മൾ ബാക്കിലോട്ട് പോകണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ -2 തൊട്ട് -3 പോകുമ്പോൾ 1 2 3 നമുക്ക് 5 കിട്ടി. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ ഏതാണോ വലിയ നമ്പർ അതിൻ്റെ സൈനാണ് വരിക. ഇവിടെ ഇപ്പോൾ രണ്ടും മൈനസ് ആണ്, ഇവിടെയും മൈനസ് തന്നെ വന്നു. പക്ഷേ ഒരെണ്ണം പ്ലസ്സും ഒരെണ്ണം മൈനസ് ആകുമ്പോൾ ഏത് നമ്പറാണോ വലുത് ആ നമ്പറിൻ്റെ സൈനാണ് ഇവിടെ വരിക. മനസ്സിലായല്ലോ? നമുക്ക് ഒരെണ്ണം കൂടി എടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് -1 + -4. ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണ് വരിക? -1 + -4. -1 ആണ്. അപ്പോൾ -1 എവിടെയാണ്? ഈ 0ൻ്റെ ഇപ്പുറത്താണ് -1. അതിൽ കൂടെ എത്ര ആഡ് ചെയ്യാൻ പറഞ്ഞേ? -4. മൈനസ് വരുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ലെഫ്റ്റിലേക്ക് പോകണം. ഓക്കെ. അപ്പോൾ 1 തൊട്ട് 4 പിന്നെ പോവുക. 1 2 3 4. അപ്പോൾ ആൻസർ എത്രയാണ് വന്നേ? -5. ഇവിടെ ഓൾറെഡി -5 എഴുതിയിട്ടുണ്ട്. അത് തന്നെയല്ല, നമുക്ക് നമ്മുടെ റൂൾ അനുസരിച്ച് എന്താണ്? ഏത് നമ്പറാണോ വലുത് ആ നമ്പറിൻ്റെ സൈൻ വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അഡീഷനിൽ ഡിഫറെൻറ്റ് സൈൻ പോസിറ്റീവും നെഗറ്റീവും നമ്പേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ പഠിച്ചത്. ഇതിന് നിങ്ങളൊന്നും കൂടി പ്രാക്ടീസ് ചെയ്യണം. ഇതേപോലെ നമ്മൾ റൂള് വരയ്ക്കുക, സ്കെയിൽ വരയ്ക്കുക. ഓക്കെ. സെൻറ്ററിൽ 0 കൊടുക്കുക. 0ൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണതൊക്കെ പോസിറ്റീവ് നമ്പേഴ്സും 0ൻ്റെ ഇങ്ങോട്ട് പോകണതൊക്കെ നെഗറ്റീവ് നമ്പേഴ്സും ആയിരിക്കും. അത് ചെയ്തപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഉത്തരം ഈസി ആയിട്ട് കിട്ടും. ഓക്കെ. ഇത് അഡീഷൻ ചെയ്യണതാണ്. അടുത്ത ഞാൻ മൈനസ് ചെയ്യണത് പഠിപ്പിക്കാം അടുത്ത വീഡിയോയിൽ. ഓക്കെ. അപ്പോൾ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യുക എല്ലാവരും. താങ്ക് യു.